ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ. ഇറ്റ്സ് മീ അസ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എവിടേക്കാന്ന് വെച്ചാൽ തൃച്ചങ്കോടാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അതെന്താന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹിൽസാണ്. ഹിൽസ് എന്ന് മീൻസ് നമ്മൾ റോക്ക് ഉണ്ടല്ലോ, വലിയൊരു റോക്ക്. ആ റോക്കിൻ്റെ മുകളിലൂടെ നമ്മൾ റോഡ് പോകുന്നതാണ്. അതായത് റോക്ക് വെട്ടിയിട്ട് റോഡാണ് കേട്ടോ. അതിന് മുകളിലൊരു അമ്പലമുണ്ട്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. നല്ല ഭംഗി മീൻസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെയല്ല, പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളതിൻ്റെ മുകളിലോട്ട് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ അതൊന്നും നമുക്കറിയില്ല, പക്ഷേ നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ഒരു ഹിൽസ്, അതായത് റോക്ക്, വലിയ പാറ വെട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി റോഡ് പോകുന്നതാണ്. അപ്പം ഞാൻ ഇനി കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിയാണ്. ഈ സമയം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നൊങ്ക് കേട്ടോ. അപ്പോൾ ഇവർ ഇവിടെ കൊടുന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞത് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇതിന് മുള വരുമല്ലോ. അപ്പോൾ ആ മുള ഉള്ള സംഭവം അതിൻ്റെ കൂമ്പ് വിൽക്കും, ഇവരൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ ഒത്തിരി കൊടുന്ന് കൊട്ടിയപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു മഴയൊക്കെ വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞാൽ ഇത് മുള പൊട്ടും. അപ്പോൾ അതിൻ്റെ കൂമ്പ് ഒരു വിൽക്കും എന്ന് പറയുന്നത് കേൾക്കാം. ഒരു നമ്മൾ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുന്ന പോലെ സംഭവം, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ നൊങ്ക് ഇതിങ്ങനെ കഴിച്ചാലും നല്ലതാണ്, അങ്ങനെ കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പാറയുടെ മുകളിലൂടെ റോഡുണ്ട്. ഇതാണ് സംഭവം. ഇതിൻ്റെ മുകളിലൂടെ റോഡുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ സംഭവം. എങ്കിലൊക്കെ ഒന്ന് വണ്ടി നിർത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഇതാണ് സംഭവം കേട്ടോ. ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. ഇത് സ്ഥലം തൃച്ചങ്കോടാണ് കേട്ടോ. ഈ ഹിൽസിൻ്റെ മുകളിലൂടെ, ഇത് വെറും പാറയാണ് കേട്ടോ. ഈ പാറ വെട്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലൂടെ റോഡ്, വണ്ടികളൊക്കെ പോകുന്നതുണ്ട്. ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഇത് വഴിയാണ്. ഇത് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് താഴത്തേക്ക് നമുക്ക് വേറെ ടൗണിക്ക് പോവുകയും ചെയ്യാം. കണ്ടോ, സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലൂടെ റോഡുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. സംഭവം പറ്റുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. പിന്നെ കണ്ടോ, ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഒരു വീടുണ്ട് കേട്ടോ. ആ വീടിൻ്റെ ഇതിൽ കണ്ടോ, ആടുകളൊക്കെ വളർത്തിയിട്ട് ഒരു ചെറിയ കുടിൽ പോലെ കേട്ടോ ഒരു സംഭവം. ആടിനെ കെട്ടി നല്ല കാണാനൊരു പ്രത്യേക ഒരു ഗ്രാമീണ അന്തരീക്ഷം അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കണ്ടോ, ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടെങ്കിലും ഇവർ ഇങ്ങനെയൊക്കെ വീട് വെച്ചിട്ടൊക്കെ താമസിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഇത്രയും സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി വല്ലതും കഴിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ പോകുന്ന വഴിയിൽ കണ്ടതാട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഒരു ചെറിയ ഗട്ട്സ് പോലുള്ള ഇത് കേട്ടോ, ഫുഡ് കോർട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നിൽക്കാൻ വിചാരിച്ചു. അങ്ങനെ സൂപ്പർ സ്ഥലമാട്ടോ. ഞാൻ ഇതിൻ്റെ പുറം ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ആദ്യം കുറച്ച് നേരം ഇരിക്കട്ടെ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. കാരണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് കൂടുതൽ എക്സ്പെൻസീവാണ്. അപ്പം ഞാൻ മാക്സിമം ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരില്ല. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിക്കാനൊക്കെ പറ്റും. ഇവർ പുറത്തുനിന്നുള്ള ഫുഡ് അലൗഡാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഇരുന്നതാണ്. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സാമ്പാറും ചോറും പപ്പടവും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. കാരണം നമ്മൾ മോശമല്ലേ ഇങ്ങനെ മേടിക്കാതൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാതൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരം നിന്നതാണ്. കണ്ടോ, അതിന് ബാക്കിൽ ഹിൽസാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ചെറിയ എമൗണ്ടിലാട്ടോ ഇത് കെട്ടിയിട്ടുള്ളത്. കാരണം കൂടുതൽ ഇതൊന്നും ഇല്ല അതിന്. കണ്ടോ, ഈ ഒരു ഷീറ്റ് ഇട്ടിട്ട് മുളയും കൊണ്ടാണ് വെച്ചുണ്ടാക്കിയിട്ട് പിന്നെ പെയിൻറ്റ് കൊടുത്തുക. സംഭവം സൂപ്പറാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കുറച്ച് നേരം ലൈവ് ഇടാമെന്ന് വിചാരിച്ചു. എല്ലാം നടക്കണ്ടേ, എല്ലാ പരിപാടിയും ഒരുമിച്ച് നടക്കണം. എല്ലാ പരിപാടിയും നടക്കണം. പിന്നെ നമുക്ക് ഒന്ന് ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ ഇതാക്കിയത് കേട്ടോ. അല്ലൂസും ഉമ്മയും അവിടെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സൂപ്പർ ഇല്ലേ? അടിപൊളിയാണ്. നല്ല ഇളം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്.
പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ. കണ്ടോ, ഇതാണ് ഫുള്ള്. ഇത് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സംഭവം. ചെറിയൊരു സംഭവമാണ്. നമുക്ക് ഷീറ്റ് ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ ഇതാക്കാൻ പറ്റിയതാട്ടോ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ ഫുഡ് കഴിക്കണം, അതിൻ്റെ ഇടയിൽ ലൈവ് ഇടണം വിചാരിച്ചിട്ടാട്ടോ. രണ്ട് കാര്യങ്ങളും നടക്കണ്ടേ. ലൈവ് ഇടണം. അപ്പോൾ ഞാൻ ലൈവ് ഇടുന്ന ഒരു കറക്റ്റ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിന് വേണ്ടിയിട്ട് ലൈവ് ഇട്ടാൽ കേട്ടോ. സാമ്പാറും ചെറിയൊരു പരിപാടി. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. സാമ്പാർ എന്തെങ്കിലും എല്ലാ പരിപാടി നടക്കണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫും കാര്യങ്ങളൊക്കെ. വീഡിയോ എടുക്കണം, കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും എല്ലാം അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെയൊക്കെ അറിയിക്കണേ. അപ്പോഴേ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാം.